ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ടൊരു വീട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാരണം 10 സെൻറ്റ് സ്ഥലം, അതിനകത്ത് 2400 സ്ക്വയർ ഫീറ്റ് വീട്. ഇത് നിൽക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയുടെ സൈഡിലാണ്. ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ വീടിന് ശരിക്കും അവർ വില കണ്ടിട്ടില്ല. അതിൻ്റെ വില നിങ്ങൾ ലാസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വീടിന് അവർ വില കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട് ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലോണം ആദായങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുരുമുളക് കിട്ടുന്നുണ്ട്. കാരണം 10ന് മേലെ മരങ്ങളിൽ കുരുമുളക് കയറ്റിയിട്ടുമുണ്ട്, അതിലെല്ലാം കായ്ക്കുന്നുമുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലായാലും ബാക്കിലായാലും അത്യാവശ്യം അടക്കുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങ വീട്ടിലേക്ക് ആവശ്യമുള്ളതും എണ്ണ ആട്ടാനുള്ളതും അതിൽ കൂടുതലും അവർക്ക് അവിടെ തേങ്ങയും കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഇത് കാണില്ലേ, നല്ല നാടൻ തെങ്ങുകൾ അത്യാവശ്യം ഉണ്ട്. അതുപോലെ തന്നെ അവർ വാഴയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വീടും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻഡ് വീട് തന്നെയാണ് കേട്ടോ. പക്ഷേ അവർ പറയുന്ന റേറ്റ് നിങ്ങൾ കണ്ടു നോക്കിക്കോളി. ആ ഒരു റേറ്റ് ഈ ഒരു മെയിൻ കൊമേഴ്ഷ്യൽ പ്ലോട്ടിന് അവർ പറയുന്നുള്ളൂ. കുരുമുളക് കണ്ടില്ല, കായ്ച്ച് നിൽക്കുകയാണ് മൊത്തത്തിൽ. ഏകദേശം ഇവിടെ തന്നെയുള്ള 3 കവുങ്ങിലും കുരുമുളകുണ്ട്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് നിൽക്കുന്ന തെങ്ങിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. മാവിലുണ്ട്. അങ്ങനെ അത്യാവശ്യം മരങ്ങളിലൊക്കെ കുരുമുളക് കയറ്റിയിട്ടുണ്ട്. അതിലെല്ലാം നല്ല രീതിയിൽ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് അടക്കയൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. തെങ്ങിൽ തേങ്ങയും അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ തെങ്ങിലും കുരുമുളക് തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിറകടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോർ റൂം കണക്കിന് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ തിരുമ്പുന്ന കല്ല്, വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെളിയിൽ തന്നെയാണ്. ഇതൊരു സ്റ്റോർ റൂം കണക്കിന് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ ഒരു മരമുണ്ട്, അതിനകത്തും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഏകദേശം ചുറ്റുവട്ടം മൊത്തം കുരുമുളക് ഇഷ്ടം പോലെയുണ്ട്. ഇത് അടുത്തൊരു തെങ്ങ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് അമ്മിക്കല്ല് കാണാം. പണ്ടൊക്കെ വീടുകളിലേ ഉള്ളൂ, ഇപ്പോൾ അധിക വീടുകളിലും കാണാറില്ല. അമ്മിക്കല്ലുണ്ട്. അതുപോലെ ഇവിടെ ഒരു നല്ലൊരു കിണറും, ഇവിടെ അത്യാവശ്യം വെള്ളത്തോടുള്ളൊരു കിണറും ഉണ്ട്. പിന്നെ ഇവിടെ മലമ്പുഴ വെള്ളം ശേഖരിക്കാനായിട്ട് അത്യാവശ്യം ഒരാളുടെ മേലെ ഹൈറ്റുള്ള ടാങ്ക് ഉണ്ട് കേട്ടോ. അതിനകത്താണ് മലമ്പുഴ വെള്ളം ശേഖരിച്ച് വയ്ക്കുക. ഈ കാണുന്ന ഇതാണ് ടാങ്ക്. നമുക്ക് തുറന്ന് കാണാം. ഇതവിടെ അടുക്കൊക്കെ കണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ടാങ്ക്. അത്യാവശ്യം നല്ല വെള്ളം, ഫുൾ വെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വാഴയൊക്കെ നല്ല കുലച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ മരങ്ങൾ കണ്ടു. അതിലെല്ലാത്തിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. അവിടെ ഒരു മാവുണ്ട്, അതിലും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ കുരുമുളക് മയമാണ് കേട്ടോ. ഫ്രണ്ടിലെല്ലാം നല്ല ടൈൽസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നേരെ നമ്മളൊരു കാർ പോർച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. കാർ പോർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ സിറ്റ് ഔട്ടിലേക്ക് കയറും. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഇരിക്കാനൊക്കെ നല്ല സ്പേസ് വിട്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ നല്ലൊരു തേക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ, നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. 10-15 വർഷം പഴക്കമുണ്ട് വീട്ടിൽ നിന്ന് കണ്ടാൽ പറയില്ല. ആ രീതിയിൽ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വീട് വെച്ചിട്ടുണ്ട്. താഴെ മാത്രമാണ് ഇപ്പോൾ ആൾ താമസമായിട്ടുള്ളൂ. മേലുള്ള റൂമുകളൊക്കെ അടച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം താഴെ കണ്ടു. അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കബോർഡും വാൾഡ്രോബ്സും എല്ലാം തന്നെ വുഡിൻ്റെയാണ്, മരത്തിൻ്റെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും. വേറെ വാൾഡ്രോബ്സ് ആയാലും കബോർഡ്സ് ആയാലും എല്ലാം മരത്തിൻ്റെ തന്നെ ചെയ്തിരിക്കും. പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. അവിടെ ഷെൽഫും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ സ്പേസ്. ഇവിടെ ഫ്രിഡ്ജ് ശരിക്കും ചുമരിനകത്ത് വെച്ച പോലെ കംപ്ലീറ്റ് സീൽഡാണ്, കണ്ടില്ലേ. അതിനുള്ള സ്പേസ് അങ്ങനെ വിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകുന്നു. കിച്ചണിൽ കബോർഡിലൊക്കെ കുറച്ച് വർക്കുകളുണ്ട് കേട്ടോ. ചെറിയൊരു മെയിൻ്റെനൻസ് വർക്കേ ഉള്ളൂ, വല്ലാണ്ടൊന്നും പറയാനില്ല. പക്ഷേ ഇത്രയും നല്ലൊരു വീട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ടല്ലേ കിട്ടണം. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല ഇല്ലേ. ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. സോ ഇവിടെ കിച്ചൺ ഇതിനോട് ചേർന്നൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെൽഫൊന്നും അല്ലാതെ തന്നെ നമ്മൾ അവിടെ കണ്ട പോലെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ഫ്രിഡ്ജിന് കണ്ട പോലെ ഇവിടെ ഇത് ശരിക്കും സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. വർക്ക് ഏരിയ അടുപ്പും കാര്യമൊന്നുമല്ല. അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ, അതുപോലെ തന്നെ വിൻഡോസും കാര്യങ്ങളും. ഇവിടെ നമുക്ക് ഷേവിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സെറ്റപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഏരിയ എന്ന് വന്നിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനും. ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് വെച്ചിട്ടുള്ളൊരു വാഷ്റൂമുണ്ട്. ഓക്കെ,
നമ്മൾ നേരെ വർക്ക് ഏരിയൻ്റെ എൻ്റെ ഈ ഭാഗത്താണ്. നമ്മൾ അവിടെ കിണർ കണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു റൂമും കൂടി താഴെയുണ്ട്. ഇത് ബെഡ്റൂമായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ശരിക്കും ഒരു സ്റ്റഡി റൂം ആക്കാനുള്ള സ്പേസിനുള്ള ഒരു റൂമുണ്ട്. ഓക്കെ, സ്റ്റഡി റൂം സ്പേസിനുള്ള ഒരു ചെറിയ റൂം ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ വേറൊരു റൂം കൂടി ഉണ്ട്. ഒക്കെ ചെറിയ ചെറിയ റൂംസ്. ആ ഒരു ചെറിയ റൂം കൊണ്ടുള്ള ചെറിയൊരു റൂം. ഇതും വേണമെങ്കിൽ ഒരാൾക്കും കൂടി സ്റ്റഡി റൂമായിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് നേരെ മേലിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ് ഉള്ളത്. സ്റ്റെപ്പുകളൊക്കെ വീതിയൊക്കെ ഉണ്ട്, പക്ഷേ കാല് വയ്ക്കുന്ന ഭാഗങ്ങൾ വീതിയുണ്ട്, പക്ഷേ കുറച്ച് വിഡ്ത്ത് കുറവാണ്. മൊത്തത്തിലുള്ള വിഡ്ത്ത് കുറവാണ്. ആ ഒരു കറക്റ്റ് കട്ടിങ്ങിലാണ് ഉള്ളത് കയറാനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് മേലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലിവിങ് ഏരിയൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കയറി ഒഴിക്കാൻ നമുക്ക് കിട്ടുന്ന വലിയൊരു ബെഡ്റൂമാണ്. അതും ചെരിഞ്ഞ് വാർത്തതിൻ്റെ അതും നമുക്ക് മേലെ കാണാൻ പറ്റും. മേലുള്ളത് വാർപ്പ് ചെരിഞ്ഞിട്ടാണുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ മേലേക്ക് ആരും താമസമില്ല, അതുകൊണ്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് പൊടി തട്ടി ക്ലീൻ ചെയ്യാനുള്ള സ്പേസേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം എത്ര വലുപ്പമുണ്ടോ അതുപോലെ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു വലിയൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അവർ. ഇത് യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് ബാത്ത് ടബ് വരെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്രയ്ക്കും നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണിത്. ശരിക്കും ഇവിടെയൊക്കെ നമുക്കൊരു ബാത്ത് ടബ് വരെ കണക്ട് ചെയ്ത് വെക്കാം. കുളിക്കാനുള്ള ബാത്ത് ടബ് വരെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഹായ്, അടുത്ത് ഇവിടെ നിന്ന് നമ്മൾ വെളിയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ്. അതിനോട് ചേർന്ന് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടിയാണ്. 2 ബെഡ്റൂം നമുക്ക് മേലെയുണ്ട് കേട്ടോ. താഴെ ഒരു ബെഡ്റൂമും പിന്നെ ബാക്കി 2 ചെറിയ ചെറിയ റൂമുകളെന്ന് പറയാനുള്ളൂ. ഇപ്പോൾ ഇവിടെ രണ്ടാമതൊരു ബെഡ്റൂം കൂടി. ഇതിന് മേലെ ചെരിഞ്ഞ് വാർത്തതിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും. ഇതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ്. ഉള്ള എല്ലാ ബെഡ്റൂം 3 ബെഡ്റൂമും നമ്മൾ പറഞ്ഞ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതല്ലാതെ 2 ചെറിയ റൂമുകളൂടെ ഇതിനോട് തന്നെ ഉണ്ട്. ഓക്കെ, 2 സ്റ്റഡി റൂമായിട്ട് കണക്ട് ചെയ്യാം 2 പേർക്കായിട്ട്. വാഷ്റൂം ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള തന്നെയാണ്. സോ ഈ കാണുന്നതാണ് മേലുള്ള നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ് എന്ന് പറയും. ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്, ഒരു ഹാള്. ഇവിടെ നമ്മൾ നേരെ വെളിയിലോട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ബാൽക്കണിയിലോട്ടാണ്. സോ ഈ ബാൽക്കണി നമുക്ക് കാണുന്നുണ്ട് ഫ്രണ്ടിലൂടെ എല്ലാം വണ്ടികൾ പോകുന്നത്. അതാണ് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേ. ഈ ഒരു പ്രോപ്പർട്ടി ഒലോക്കോട് സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ വെറും ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. പാലക്കാട് ടൗൺ നോക്കുകയാണെങ്കിലും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. സോ അത്രയ്ക്കും വളരെ നിയറസ്റ്റായി ഹോസ്പിറ്റലുകളായാലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനായാലും അതുപോലെ സ്കൂൾസ് ആയാലും കോളേജുകളായാലും എല്ലാം അടുത്ത്. പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്. എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് 10 സെൻറ്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ കം ഹൗസിംഗ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് വെറും 1 കോടി രൂപയാണ്. അതും നെഗോഷ്യബിളാണ്. താല്പര്യമുള്ളവർ നേരിട്ടിരുന്ന് സംസാരിക്കാം. ശരിക്കും 1, 2, 3 സ്പോട്ട് രജിസ്ട്രേഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും നല്ല രീതിയിലൊരു ഡിസ്കൗണ്ട് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇതിലൂടെ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പ്ലീസ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഓണേഴ്സിന് അവരുടെ നമ്പർ തന്നെ വീഡിയോസിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൂടി നമ്മളെ ഇൻഫോം ചെയ്യുക. നമ്മൾ അതിന് വേണ്ട ഹെൽപ്പും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.